ഗൈസ്, അപ്പോൾ ഞാൻ പോയിട്ട് മുഖമൊക്കെ തുടച്ചപ്പോൾ നമ്മുടെ അലർജിയുടെ അപ്ഡേറ്റ് പറഞ്ഞാൽ പുതിയ ലാക്ടോകലാമിൻ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റത് ഇടുന്നോട് കൂടി വരെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മച്ച് ബെറ്റർ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇന്ന് രാത്രിയും കൂടെ തേച്ച് നോക്കാം. നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ നല്ലപോലെ കുറയുമെന്ന് വിചാരിക്കും. കാരണം നെറ്റീത്തത് ജസ്റ്റ് ഒന്ന് താന്നിട്ടേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം നമുക്ക് ലാക്ടോകലാമിനും കൂടി തേച്ചിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഗൈസ്, ഇന്ന് കഴിക്കാൻ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഗൈസ്. ഉമ്മച്ചി കാണാണ്ട് നമുക്ക് 2-3 പീസ് എക്സ്ട്രാ എടുക്കാം. ഇത് ഫുള്ളും ഇത്രയും ചോറ് കഴിക്കാനാണ്. കുറച്ച് കറിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഗൈസ്. സെറ്റ്. ഇനി നമുക്ക് പോയിട്ട് തൈര് എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ തൈരൊക്കെ എടുത്ത് അപ്പം എല്ലാം കൂടെ കുഴച്ച് റെഡി അടിക്കാം. അച്ചാറും കൂടെ വേണമായിരുന്നു. അച്ചാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അപ്പോഴാണ് ഈ കോമ്പോ അങ്ങോട്ട് സെറ്റാവുക. പക്ഷേ സാരമില്ല, കുറച്ച് തൈരും കൂടെ എടുത്ത് ചോറും നല്ല അടിപൊളി ചിക്കൻ കറിയും ഇങ്ങനെ കുഴക്കണം. എന്നിട്ടും ഒരു ചിക്കൻ ഇങ്ങനെ പിച്ചെടുത്ത് അതും അതിനകത്തോട്ട് വെച്ച് ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി. ഇന്നും കൂടെ ഉള്ളൂ, നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നും കൂടെ ഈ സ്വർഗ്ഗമേ ഉള്ളൂ. നാളെ തൊട്ട് പക്ഷെ നാളെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമല്ലോ. ഇതാരും കണ്ട് പേടിക്കണ്ട. തുടക്കത്തിൽ പറഞ്ഞ പോലെ ലാക്ടോകലാമിൻ മാത്രം. അപ്പം ഞാനിത് പോയി തീർക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഗൈസ്, ഇതാരാന്ന് നോക്കിയേ. ഐശ എന്താ കഴിക്കണേ? പ്ലം. ഗൈസ്, അങ്ങനെ നമ്മളല്ലേ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുമായിരിക്കും. കുറച്ച് കുളിക്കണം, ബിക്കോസ് നാളെ നമുക്ക് പോകണമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഓർഡർ മേടിച്ച ആൾക്ക് പ്രൊഡക്റ്റ് റിസീവ്ഡ് ആയിട്ട് ഫോട്ടോ ഒക്കെ അയച്ചതെന്ന് അവർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിപ്പം ആദ്യത്തെ റിവ്യൂ ആണ് ഗൈസ്, ആദ്യത്തെ റിവ്യൂ ആണ്. ഇനി ബാക്കി നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ്. ഗൈസ്, ഈ മുഖത്തത്തെ വിഷയം കാരണം ഞാൻ റിവ്യൂസ് ഒന്നും ഇടുന്നില്ലായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ. അപ്പോൾ എന്നോട് കുറച്ച് പേര് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇബാ കോസ്മെറ്റിക്സിൻ്റെ റിവ്യൂ ഇടുമെന്ന്. അപ്പം അതിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി നോക്കണം. അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ലിപ് ഗ്ലോസിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി അത് നോക്കിയിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. ഇനിയും ഇബയുടെ റിവ്യൂസ് ചെയ്യണോ എന്നൊക്കെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാം. ഗൈസ്, ഞാൻ 2-3 മെറൂണിൻ്റെ ലിപ്സ്റ്റിക്സ് മേടിക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മെറൂണിൻ്റെ എന്തെങ്കിലും ഷെയ്ഡ്സ് ഞാൻ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ റിവ്യൂ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഗൈസ്, ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഒന്നും മെൻഷൻ ചെയ്യൽ, കാരണം ബ്രൗൺ മേടിച്ച് മടുത്ത്. കാരണം ടാൻ ആയി കഴിഞ്ഞാൽ ബ്രൗൺ ഷെയ്ഡ് ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എന്തോ ഭയങ്കര പോലെ ഇരിക്കും. പക്ഷേ മെറൂൺസ് അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ടാൻ ആയാലും കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നിപ്പിക്കും നമ്മുടെ ഫേസ്. അതുകൊണ്ട് മെറൂൺ ലിപ് ഷെയ്ഡ് ഞാൻ ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾക്കുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ ഞാനത് മേടിച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ വീട്ടിൽ ബ്രോസ്റ്റഡ് ആയിരുന്നു. സോ അതിനകത്തുനിന്ന് ഒരു പീസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടോ, നമുക്കത് ചൂടാക്കി കഴിക്കാം. കിട്ടി മക്കളെ, കിട്ടി. സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സൈഡ് പറയേണ്ട, സൈഡ് ട്യൂഷനിലാണ്. പിന്നെ റൈഡർ കണ്ണാപ്പി പുറത്ത് എന്തോ ആവശ്യങ്ങൾക്കായിട്ട് പുറത്ത് പോയേക്കാണ്. അവർ വരുമ്പം ചോദിക്കും, അപ്പം ഞാൻ തിന്നിട്ടുണ്ടാകും. കണ്ട് എല്ലാവരും ബ്രോസ്റ്റഡ് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പം ഒരു പ്രത്യേക സുഖമാണ്. സൂപ്പർ ഗൈസ്, സൂപ്പർ. ചിലപ്പോൾ ഐശ്വര്യ സൈനപ്പ് ഇത് വീഡിയോയിലായിരിക്കും കാണുന്നത്. ഹായ് ഗോയ്സ്, നിങ്ങളുടെ ചിക്കൻ ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ തീർക്കട്ടെ ഗൈസ്.
ആ ഒരു ചിക്കൻ കൊണ്ട് ഒന്നും ആയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇന്ന് ഉച്ചക്കത്തതേ ചിക്കൻ കറിയിൽ നിന്ന് 2 പീസും കുറച്ച് തൈരും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഉമ്മിച്ചി ഇവിടെ ഇല്ല. ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ ഓടിച്ചിട്ടടിച്ചേനെ, കാരണം രാത്രിത്തെ കറിയാണല്ലോ. അപ്പോൾ അത് രാത്രിത്തേക്ക് വെക്കാതെ പോയി തിന്നത് കാരണം നിങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ എന്തോരം എടുത്തുനിന്ന് കണ്ട് കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉമ്മ ഓടിച്ചിട്ടടിക്കും. ഉമ്മ ഇവിടെ ഇല്ല ഗൈസ്, അപ്പുറം ഒരു പഴിയാണ്. ആ ഗ്യാപ്പിലാണ് ഞാനിത് കാണിക്കുന്നത്. ഉമ്മ ചിലപ്പോൾ ഇത് അറിയാനേ പോകണില്ല. വീഡിയോ കാണുമ്പോഴായിരിക്കും ഉമ്മ പറയണേ നീ എടുത്ത് കഴിച്ചു വന്നു, കാരണം നമ്മൾ തെളിവുകളൊക്കെ നശിപ്പിച്ചു. അപ്പം ഞാൻ ഇതും കൂടെ തീർക്കട്ടെ കേട്ടോ ഗൈസ്. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു കുർത്തയുടെ ഒരു ഹോൾ വീഡിയോ അല്ല, ഒരു കുർത്ത ഇങ്ങനെ റിവ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. ഭയങ്കര അഫോർഡബിളാണ്. പിന്നെ അതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, അതും കൂടെ പോയി കാണണം. കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഇന്നത്തെ ഷോർട്സ് പോയി എല്ലാവരും ചെക്കൗട്ട് ചെയ്യാം. ഗൈസ്, നമുക്ക് ഡിന്നർ കഴിക്കാം. നമ്മൾ ഇന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് ഡിന്നർ കഴിക്കുന്നത്. നോർമലി വളരെ നേരത്തെ കഴിക്കുന്നതാണ്. നാളെ നേരത്തെ എണീച്ച സ്ഥലത്ത് പോകേണ്ടത് കൊണ്ടായിരിക്കും നമ്മൾ ഇത്ര ലേറ്റായി പോയത്. സോ നമുക്ക് പോയി ഡിന്നർ കഴിക്കാം ഗൈസ്. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കത്തെ ചിക്കൻ കറി തന്നെയായിരുന്നു. പിന്നെ നൈസ് പത്തിരി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു. എനിക്ക് ചോറുണ്ടെങ്കിൽ അതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് കഴിച്ച്. അപ്പോൾ അത് കണ്ടുകൊണ്ട് സൈനബിനും ചോറ് വേണമെന്ന്, പിന്നെ അവൾക്കും കുറച്ച് ചോറ് കൊടുത്ത് പിന്നെ ബാക്കി ഞാൻ പത്തിരി കഴിക്കേണ്ടി വന്നു ഗൈസ്. ഇല്ലെങ്കിൽ ഇവളിങ്ങനെയാണ്, ഇല്ലാത്തപ്പോൾ അത് കൂടുതൽ വേണം ഗൈസ്. അങ്ങനെ ഞാൻ പോയി കുളിച്ച് ലാക്ടോകലാമിൻ ഇട്ട് പൊത്തിയിട്ടുണ്ട്. പിന്നെ ലാക്ടോകലാമിൻ ഇട്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചവരോട് എന്താണ്, ഇന്നലെ ഭയങ്കര ചൊറിച്ചലും ഇറിറ്റേഷനും ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഈ ലാക്ടോകലാമിൻ തേച്ചതിന് ശേഷം ഇറിറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്, കവളത്തിലത്തതും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെറ്റിയത്തത് നോട്ട് സോ മച്ച്. പ്രോബബ്ലി ഒരു 2 ദിവസവും കൂടെ കാണുമായിരിക്കും, 2-3 ദിവസം കൂടെ കാണുമായിരിക്കും ഗൈസ്. 2 ദിവസം കൂടെ തേക്കേണ്ടി വരും. നല്ല സിവിയർ ആയിട്ടാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ആ കുത്തു ഫുള്ള് കുരുക്കൽ. അപ്പം അതാണ് അത്. വേറെ ഒന്നുമില്ല ഗൈസ്. ഇനി ഞാൻ ചെന്നിട്ട് എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് വെക്കും. നാളെ രാവിലെ നമുക്ക് പോകണമല്ലോ, അവൾ പിന്നെ പോകേണ്ടത് കൊണ്ട് നമ്മളിപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെക്കും. പിന്നെ മുടി ഉണക്കണം, അതാണ് വലിയൊരു ഇടങ്ങാറ്, അതുണ്ട്. പിന്നെ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.